This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. നാടിന്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ് നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തട്ടുമ്മൽ സംഘമിത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വിപുലമായ രീതിയിലുള്ള നടീൽ കൃഷിക്ക് തുടക്കമായി. കൂട്ടായ്മയുടെ സംഘബലത്തോടെ കാർഷിക മേഖലയിൽ പുതിയൊരു മാതൃക തീർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം തട്ടുമ്മൽ വെച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് മെമ്പർ രേഷ്മ വി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. സംഘമിത്ര സെക്രട്ടറി എം സുരേഷ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചെറുപുഴ കൃഷി ഓഫീസർ ജിതിൻ KR അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പദ്ധതി വിശദീകരണം നടത്തി. RPS തട്ടുമ്മൽ പ്രസിഡന്റ് MTP മുഹമ്മദ് കുഞ്ഞി, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ TP ചന്ദ്രൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം P സന്തോഷ്, തട്ടുമ്മൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് VV മുഹമ്മദ് കുഞ്ഞി, മച്ചിയിൽ തളിർ സംഘം പ്രസിഡന്റ് ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സംഘമിത്ര വൈസ് പ്രസിഡന്റ് സുരേഷ് K ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷവും ഇതേപോലെ KVK പന്നൂർ തളിപ്പറമ്പ് KVK കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിഴങ്ങ് വർഗ വിളകളുടെ ആവശ്യാർത്ഥം ചേന, കാച്ചൽ, മഞ്ഞൾ എന്നീ സാധനങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. അത് നല്ല രീതിയിൽ കൃഷി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും നമ്മളെ വിളിച്ച് പരിഗണിക്കുകയാണ് ചെയ്തത്. തട്ടുമ്മലുള്ള ഈ ഗ്രൂപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് KVKയുടെ ഭാഗമായിട്ട് പദ്ധതിയുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംഘത്തിന് കാർഷിക യന്ത്രോപകരണങ്ങൾ നൽകിയിട്ടുണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനം, കൂടുതൽ ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരാൻ നമ്മുടെ കൃഷിഭവനും പ്രചോദനമാണ്. ഇന്നിവിടെ ചേനനടിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് മറ്റ് ഈ ഒരു പ്രദേശത്ത് തട്ടുമ്മൽ ഭാഗത്ത് എനിക്ക് തോന്നുന്നു തരിശായ ഇനിയും സ്ഥലങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കിഴങ്ങുവർഗ വിളകൾ വ്യാപിപ്പിക്കാൻ വേണ്ടി വളരെയധികം സാധ്യതയുണ്ട്. സംഘത്തിലെ ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അവർ. അപ്പോൾ ഇതുപോലെയുള്ള കൃഷിയും അവർ ചെയ്യാൻ വേണ്ടിയുള്ള സമയവും അതുപോലെ കണ്ടെത്തുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ഭവനും നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്നിവിടെ ചേന കൃഷിയാണ് ചെയ്യുന്നത്. അതുപോലെ കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി മുതലായവയൊക്കെ ഇവർ നട്ടുവരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനിയും ഇതിലൂടെ അടുത്ത വർഷവും കൂടുതൽ കൃഷി ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇപ്പോൾ തളിപ്പറമ്പ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ഇവർക്ക് വേണ്ട വിത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്ത വർഷം കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് ഇവരുടെ ഈ കൃഷി വ്യാപിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഈ സംഘമിത്ര എന്ന് പറയുന്നത്. തട്ടുമ്മൽ സംഘമിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ ഉടനീളം അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം അവരുടെ പ്രവർത്തന മികവ് തന്നെയാണ് അങ്ങനെ പഞ്ചായത്തിൽ ഉടനീളം അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം കാച്ചിൽ, അതുപോലെ തന്നെ ചേന, ഇതെല്ലാം അന്യം നിന്ന് പോകുന്ന കിഴങ്ങ് വിളകളാണ്. അപ്പോൾ അത് നമ്മളെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന പ്രവർത്തനം അത് പഞ്ചായത്തിന് തന്നെ ഒരു മാതൃകയായ പ്രവർത്തനമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് നമ്മളിപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പന്നൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അവിടെയുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ നമ്മൾ മുൻകൂട്ടി പരിചയമില്ല ഒരാളാണ് അവിടുത്തെ സഞ്ജു മേഡം. അപ്പോൾ സഞ്ജു ബാലൻ എന്ന് പറയുന്ന പന്നൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വെറുതെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ സംസാരിച്ചതാണ്. അവർക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ ഒരു പഞ്ചായത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ ഈ തട്ടുമ്മൽ എന്ന് പറയുന്ന പ്രദേശം SC വിഭാഗം കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. SCSP എന്ന് പറഞ്ഞ ആ പദ്ധതി 3 വർഷം നീണ്ടു നിൽക്കുന്ന ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളുടെയും സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയുള്ള ബഹുമുഖ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്ധതിയാണെന്നും ലക്ഷക്കണക്കിന് രൂപ ഉള്ള പദ്ധതിയാണ് എന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ട് സുരേഷ് എന്ന് പറഞ്ഞാൽ മികച്ചൊരു സംഘാടകനാണ്.
അപ്പോൾ സുരേഷുമായി സംസാരിച്ചിട്ടാണ് ആ പദ്ധതി നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെയുള്ള 40 കുടുംബങ്ങളെ അവരുടെ ഒരു സുസ്ഥിര വികസനം 3 വർഷം കൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പന്നി, കോഴി, അതുപോലെ തന്നെ പല വിധത്തിലുള്ള വിത്തുകൾ ഇതെല്ലാം ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇവരെ ഒരു സ്റ്റഡി ടൂർ എന്ന രീതിയിൽ കോഴിക്കോട് കൊണ്ടുപോയി അവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം മികച്ച യന്ത്രങ്ങൾ, ഇവർക്ക് ആവശ്യമുള്ള യന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി വിതരണം ചെയ്ത വിത്താണ് ഈ ഗ്രൂപ്പിന്, ഈ സംഘമിത്ര എന്ന് പറയുന്നത്. ഇത് കൃഷി വിജ്ഞാന കേന്ദ്രം കൂടിയുള്ള സഹകരണത്തോടു കൂടിയാണ് ഈ ഗ്രൂപ്പ് ഈ നടീൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം. അപ്പോൾ കൃഷി വിജ്ഞാന കേന്ദ്രം വർഷങ്ങളായിട്ട് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് വളരെ വിജയകരമായിട്ടാണ് 2-3 വർഷമായിട്ട്. ഞാൻ എൻ്റെ ഒരു 2 വർഷം മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വളരെ വിജയകരമായ രീതിയിൽ കൃഷിയൊന്നും കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്കറിയാം, അവർ ഇപ്പം തയ്യാറാക്കിയ ഈ നടീൽ പ്രവർത്തനം കണ്ടാൽ മനസ്സിലാവും. കൃത്യമായിട്ട് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് കൃത്യമായ അടിവളൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് മനസ്സിലായിക്കൊണ്ട് കൃഷി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും കാർഷിക താല്പര്യമുള്ള ഒരു കൂട്ടം യുവാക്കളാണ്. സംഘമിത്ര സ്വയം സഹായ സംഘം തട്ടുമ്മലിൻ്റെ മാത്രമല്ല ഒരുപക്ഷെ ഈ പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘമാണ്. സമസ്ത മേഖലകളിലും അവരുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും ലഭിച്ചിട്ടുണ്ട്. നല്ല ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. ഈ നാട്ടിലായാലും ഈ പഞ്ചായത്തിലായാലും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെ ഇവിടെ വിളിച്ച് വളരെ നല്ല നിലവാരത്തിൽ ആദരിക്കുവാൻ സാധിക്കാറുണ്ട്. അതുപോലെ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ 2-3 വർഷമായി ഇത്തരത്തിൽ നടീൽ വസ്തുക്കളൊക്കെ വാങ്ങി ഇത് വിജയകരമായി നടത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മുടെ സാക്ഷ്യം വഹിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നിപ്പോൾ അന്യം നിന്ന് പോകുന്ന ഈ കാച്ചിൽ, ചേന പോലുള്ള കൃഷികൾ നടത്താൻ തയ്യാറായിക്കൊണ്ട് പന്നിയൂർ പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും ചെറുപുഴ കൃഷി ഓഫീസറുടെയും ആഭിമുഖ്യത്തിൽ സംഘമിത്ര സ്വയ സംഘമാണ് ഇത്തരമൊരു പരിപാടിയുമായി ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇത് സംഘമിത്രയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പരിപാടിയല്ല. ഇതിനു മുമ്പ് ഇതുപോലുള്ള മഞ്ഞൾ കൃഷി മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, വിവിധ മേഖലകളിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സംഘമിത്ര ഇതിന് നേതൃത്വം നൽകുന്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് റബ്ബറുണ്ട്, മറ്റ് തരിശ് കൃഷിഭൂമികളുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹം ഇതിങ്ങനെ പാട്ടത്തിനെടുത്താണ് ഇവിടെ ഈ കൃഷി ചെയ്യാൻ തയ്യാറാവുക. സംഘമിത്ര പോലെയുള്ള ഈ ഒരു സംഘടന ഇതുപോലുള്ള അവരുടെ എല്ലാ പരിപാടിയും അവർ ഇന്ന് സാഹചര്യത്തിനനുസരിച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമും അവർ ചെയ്തു വരികയാണ്. ശാരീരിക മേഖലയിലും അതുപോലെ തന്നെ അവർ എല്ലാ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായങ്ങളും അതുപോലെ തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഇപ്പോൾ ചേന, മഞ്ഞൾ, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കൃഷി ചെയ്യുന്ന ഇവർക്ക് ഇതൊരു പ്രോത്സാഹനം കൂടിയാണ്. മറ്റുള്ള കൃഷിക്കാർക്ക് ഇതൊരു നല്ലൊരു പ്രോത്സാഹനം കൂടിയായിട്ടാണ് സംഘമിത്ര ഈ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സംഘമിത്ര സ്വയം സഹായ സംഘത്തിന് ലഭിച്ച വിത്തുകൾ നടുന്ന ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പും നമുക്ക് വിത്തുകൾ ഇതേപോലെ നമുക്ക് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നടന്നതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും നമുക്കിതേപോലെ അവരുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വിളകൾ നമുക്ക് അവർ എത്തിച്ചു തന്നത്. ഇത് എൻ്റെ തളിർ സ്വാസഹായ സംഘമാണ് മച്ചിയിൽ. ഞങ്ങളിങ്ങനത്തെ ഒരു കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഈ സംഘത്തിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതിനെ കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു താല്പര്യം കൂടി ഉണ്ട്. നമ്മുടെ തൊട്ട് താഴെ തന്നെ ഒരു ചെറിയൊരു വയലുണ്ട്. ആ വയലിലൊരു പച്ചക്കറി കൃഷിയും കൂടെ ചെയ്താലോ എന്നുള്ളൊരു താല്പര്യം കൂടെ നമുക്കുണ്ട്. അതിന് കൃഷി ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നില്ലേ എന്തെങ്കിലും ഒരു സാമ്പത്തികമോ എന്ത് സഹായമായാലും കിട്ടിയാൽ ആ ഒരു കൃഷിയും കൂടെ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി മുൻകൈ എടുത്ത് നിൽക്കും. നല്ലൊരു താല്പര്യം കൂടിയുണ്ട്. ഈ സംഘത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കും. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി,
സൈക്കാട്രി കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോ തെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04-985-242-140, മൊബൈൽ 6238064141.